എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കിതുപോലെ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഉള്ളി ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാനിതാ ഒരു സവാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 2 കഷ്ണം വെള്ളുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി. അപ്പം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 2 സവാളയാണെങ്കിൽ 2 തക്കാളി എടുക്കണം. 3 സവാളയാണെങ്കിൽ 3 തക്കാളി, 2 ഒരേ അളവിലെടുക്കണം. അത് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മതി, 1 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് ആ എണ്ണയൊന്ന് ചൂടാകട്ടെ. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ കൂട്ടെല്ലാം ഇട്ട് കൊടുക്കാം. കൂടത്തിൽ തന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇടുന്നേ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എന്തൊക്കെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇടാം. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളിത് അരയ്ക്കാൻ. ഇത് നമുക്ക് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാം. ഇനിയിപ്പോൾ നമുക്കൊരു രാവിലെ ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു കറിയൊന്നും വെക്കാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ചമ്മന്തി മാത്രം ഉണ്ടായാൽ നമുക്കത് കഴിക്കാം. ഇത് നമുക്കിനി അത് തണുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടുകടലിലേക്കുള്ള ചമ്മന്തിക്ക് ആദ്യം കുറച്ച് തേങ്ങ ഒരുപാട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ, ഒരു അരമുറി പോലും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ഇഞ്ചി, 1 കഷ്ണം വെള്ളുള്ളി, പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പൊട്ടുകടല. ഞാനതൊരു പൊട്ടുകടല ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കൈ അളവാണ്. ഇനി 1 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ 2 കഷ്ണം ചുവന്നുള്ളി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് സാധാരണ നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്ന പോലെ അരയ്ക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. പൊട്ടുകടലയ്ക്ക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളം വേണ്ട, ഒത്തിരി വേണ്ട, എന്നാൽ ഇച്ചിരി വേണം. ഞാൻ വറവിടാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ശകലം വെളിച്ചെണ്ണ മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. തുള്ളി കടുക്, ഇച്ചിരി കറിവേപ്പില. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാവേ. നമ്മൾ വറവിടുമ്പോൾ ഇതിലേക്ക് നമ്മുടെ പൊട്ടുകടല ചമ്മന്തി ഒഴിക്കാൻ പാടില്ല. നമ്മൾ വറവിട്ട് ചമ്മന്തിക്ക് ഒഴിക്കാനേ പാടില്ല, അടുപ്പത്തേക്ക് ചൂടാകാൻ പാടില്ല. പൊട്ടുകടല കൊണ്ട് അരച്ച ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിക്കൊക്കെ ഇങ്ങനെ ഒരു ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ വെള്ളപ്പത്തിനോ ഒക്കെ നല്ലതാണ് ഇങ്ങനൊരു ചമ്മന്തി അരയ്ക്കുക. എന്നിട്ട് എല്ലാവരും ഇങ്ങനെയും കൂടെയൊക്കെ ഒന്ന് ചമ്മന്തി അരയ്ക്കണം. ഇപ്പോഴത്തെ തേങ്ങ ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇച്ചിരി പൊട്ടുകടലയൊക്കെ ഇട്ട് അരച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം. എല്ലാം നിങ്ങൾ നോക്കണം, എല്ലാത്തിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കണം.